ഹായ് വ്യൂവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു പ്ലീറ്റഡ് നെറ്റിയുടെ യോക്ക് ഭാഗം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു ലൈക്കും ചെയ്ത് ഒരു സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ കാണണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഫസ്റ്റിലേ പറഞ്ഞത്, ദയവായി ഒരു ലൈക്ക് തരണേ. ഞാനിപ്പോൾ ഇത് മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഇതുവരെ അത് സ്റ്റിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ തന്നെ അതേ അളവിൽ ഒരു അര ഇഞ്ച് പുറത്തേക്ക് ഇറക്കി ഒരു പീസും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ മെയിൻ പീസ് നല്ല വശം കണക്കാക്കി ഇട്ടതിന് ശേഷം നമ്മൾ അടിയിൽ വെച്ച് അടിക്കാൻ വേണ്ടി എടുത്ത പീസിനെ പുറത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ കഴുത്ത് ഈ താഴ്ഭാഗത്ത് കഴുത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് രണ്ടിലും ഒരുപോലെ വച്ചിട്ട് ഇതുപോലെ കഴുത്ത് അടിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് ഈ തയ്യൽ തുമ്പിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിൽ തട്ടാതെ ഒരേ കട്ടിട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കഴുത്ത് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം മറച്ചിടണം. മറച്ചിട്ടിട്ട് പുറത്ത് കഴുത്തിൻ്റെ പുറത്ത് നമ്മൾ വച്ചടിച്ച പീസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മളെ മെയിൻ പീസിലോ അടിച്ചെടുത്താൽ നല്ല ഫിനിഷിങ് തന്നെ കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശ്രദ്ധിച്ച് അടിയിലെ പീസ് പുറത്തൊന്നും കാണാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. എന്നിട്ട് 4 വശവും ഇതുപോലെ എല്ലാ സൈഡും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് ബാലൻസ് ഉള്ള പീസൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ബാക്കിലും ഇതുപോലെ തന്നെ ബാക്കിലും പ്ലീറ്റ് ഉള്ളതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. അത് ഞാൻ കാണിക്കുന്നില്ല. ഈ ഫ്രണ്ട് പീസ് നമ്മൾ എങ്ങനെയാണോ അടിച്ചത് അതുപോലെ തന്നെ ബാക്ക് പീസും അടിച്ചെടുക്കണം. ഇനി അതിലെ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ യോക്ക് ഭാഗം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൊരു മെത്തേഡ്. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കണേ. എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബ് ആവാറായി. അതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചാനലുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഞാൻ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിരുന്നാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ വേറൊരു എക്സ്ട്രാ പീസ് എടുത്ത് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ എങ്ങനെയാണോ അടച്ചത് അതുപോലെ തന്നെ ബാക്കിലും അടിച്ച് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്കൊരു പ്ലീറ്റഡ് നൈറ്റി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.